ഒരു കാര്യം ഓർത്തോണം, ഒരാളെയും വിധിക്കാൻ നമ്മൾ ആരുമല്ല. ഒരാളെ വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന വേണ്ടിയ മറവിക്ക്. ഇവരും അതേ സ്ഥലത്തുനിന്ന് ചാടി ഇവിടെ അവരെത്തിയത്. ഇന്ന് അങ്ങനെ നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ അവർ അശുദ്ധരായി, അവരെ കൊള്ളത്തില്ല, അവരെ വെളിയിലിറക്കുക. യേശുവിന്റെ മിനിസ്ട്രി കണ്ടോ, ഹി ബിക്കം വൺ അമംഗ് ദം. യേശുവിനെ നോക്കണം, ഹി ഈസ് ദ പെർഫെക്റ്റ് ഒരു ശുശ്രൂഷകൻ, അപ്പോസ്റ്റൽ, വൺ അമംഗ് ദം. യേശു അവരിൽ ഒരാളായി മാറി. ഇത്രയും വലിയ വിപ്ലവം ഉണ്ടാക്കുന്ന ആള് സാധാരണക്കാരന്റെ കൂടെ നടക്കുക, സാധാരണ പോലെ നടക്കുക. ഓർത്ത് നോക്കിക്കേ, ആ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവൾ കല്ലെറിയാനായിട്ട് കൊണ്ടുവന്നിരിക്കുക. യേശു അവളെ ഇത് ആക്കി മാറ്റിയ, ഒരു വ്യഭിചാരിയാക്കി മാറ്റിയ സാഹചര്യത്തെയാ നോക്കി. വ്യഭിചാരിയാക്കി മാറ്റിയവരായി കല്ലെറിയാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങളിൽ തെറ്റ് കാണിക്കാത്ത ആൾക്കാർ ആദ്യത്തെ കല്ലെറിയും. അവിടെ ഇങ്ങനെ എതിർക്കുന്ന മൂത്തത് മുതൽ ഇളയത് വരെ എല്ലാരും കല്ലവിടെ ഇട്ടേച്ചങ്ങ് പോയി. യേശു അവളോട് പറഞ്ഞു, ഇനിയും പാപം ചെയ്യരുത്, ഞാനും നിന്നെ ക്ഷമിച്ചിരിക്കും. കാരണം അവളുടെ പാപവും ചുമന്നു കഴിഞ്ഞു. ക്രൂശിലേക്കുള്ള യാത്രയായിരുന്നു യേശു.